നടനുമായ ഫിറോസ് ഖാന്റെ ഭാര്യ സജ്നയുടെയും നിർമ്മാണത്തിലിരിക്കുന്ന വീട് അടിച്ചു തകർത്തതായി പരാതി ഉയർന്നിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. ഈ വിഷയത്തിൽ ഫിറോസ് ഖാന്റെ പക്ഷത്താണ് തെറ്റെന്ന വിധത്തിൽ വ്യാജ പ്രചരണവും സൈബറിടങ്ങളിൽ നടന്നിരുന്നു. വീട് നിർമ്മാണത്തിനായി കരാറെടുത്ത കോൺട്രാക്ടറാണ് വീട് അടിച്ചു തകർത്തത്. ഇത് ആദ്യം തള്ളിയ കോൺട്രാക്ടർ തന്നെ പിന്നീട് പോലീസ് സ്റ്റേഷനിലെല്ലാം ശരിയാക്കി നൽകാമെന്ന് എഴുതി വിഷയം തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫിറോസ് ഖാന്റെയും സജ്നയുടെയും കൊല്ലം ചാത്തന്നൂരിലെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് വീണ്ടും വിവാദമാവുകയാണ്. വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു. നിർമ്മാണ കരാർ ഏറ്റെടുത്ത കൊല്ലം സ്വദേശിയായ കോൺട്രാക്ടർ ഷഹീർ പറഞ്ഞതനുസരിച്ച് തുകയേക്കാൾ 3 ലക്ഷം രൂപ അധികം ആവശ്യപ്പെട്ടെന്നും ഇത് നൽകാതിരുന്നതിലുള്ള പ്രതികാരത്തിലാണ് വീട് അടിച്ചു തകർക്കുകയായിരുന്നെന്നുമായിരുന്നു പരാതി. ചാത്തന്നൂർ പോലീസിനായിരുന്നു ഫിറോസ് പരാതി നൽകിയിരുന്നത്. എന്നാൽ ആരോപണം കോൺട്രാക്ടർ ഷഹീർ നിഷേധിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഷഹീർ ആദ്യം പ്രതികരിച്ചത്. പോലീസ് 2 കൂട്ടരെയും വിളിച്ച് അന്വേഷിച്ചപ്പോൾ തല്ലിപ്പൊളിച്ചത് ഷഹീറാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതുമാത്രമല്ല, സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഷഹീർ ഈ വീട്ടിലേക്ക് എത്തുന്നതും കാണുകയും ചെയ്തു. ഇതോടെ തല്ലിപ്പൊളിച്ച ഭാഗങ്ങൾ നന്നാക്കി നൽകാമെന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി നൽകിയ ഷഹീർ ഇപ്പോൾ തടിതപ്പാനൊരുങ്ങുകയാണ്. കഴിഞ്ഞ മാസം 30-ന് മുമ്പാകെ നന്നാക്കി നൽകാമെന്ന് ഇയാൾ ചാത്തന്നൂർ പോലീസിൽ ഉറപ്പു നൽകിയിരുന്നു. അടിച്ചു പൊട്ടിച്ച ഭാഗങ്ങൾ ഷഹീർ തന്നെ പിന്നീട് റെഡിയാക്കി നൽകി. സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചപ്പോൾ അയാളുടെ കൈമുറിഞ്ഞ് അവിടെ ചോര വീഴുകയും പോലീസുകാർ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ ഇരു വ്യക്തികളും തമ്മിലുള്ള പ്രശ്നം താൽക്കാലികമായി ശമിച്ചിരിക്കുകയാണ്. തറ കെട്ടിയതിനു ശേഷമുള്ള വർക്ക് മൊത്തം എടുത്തത് താരാണെന്നും കരാറുകാരൻ പറയുന്നു. എന്നാൽ സജ്നയും ഫിറോസും പറയുന്നത് വളരെ തുച്ഛമായ പണികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ്. ബാക്കി ആ വീട്ടിലെ പണികൾ വേറെ വ്യക്തികളും അവർ സ്വയവുമാണ് ചെയ്തതെന്നും ഫിറോസ് പ്രതികരിച്ചിരുന്നു. 1500 ചതുരശ്ര അടി എന്ന വീട് പിന്നീട് 1900 അടിയായി വലുതാക്കിയിരുന്നു. ഇതിനിടെയാണ് കോൺട്രാക്ടറുമായുള്ള തർക്കവും അടിപിടിയിൽ കലാശിച്ചതും. ഇപ്പോൾ സൈബറിടത്തിൽ വിഷയം ചർച്ചയായതോടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഷഹീർ എഴുതി നൽകിയ കുറിപ്പും പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള.